തിരുവനന്തപുരം നഗരത്തിലെ മാലിന്യ നീക്കത്തിലെ പ്രതിസന്ധിയെ ചൊല്ലി ബി.ജെ.പി. സി.പി.എം പോര് ശക്തമാകുന്നു. ഭരണം നഷ്ടപ്പെട്ടതിന്റെ വിഷമത്തിൽ പൊതുസ്ഥലത്ത് മാലിന്യം തള്ളി പൊതുജനങ്ങളെ സി.പി.എം ദ്രോഹിക്കുകയാണ്. സി.പി.എം പ്രവർത്തകർ പൊതുസ്ഥലത്ത് മാലിന്യം തള്ളുന്നുവെന്ന ആരോപണവുമായിട്ടാണ് തിരുവനന്തപുരം മേയർ വി രാജേഷ് രംഗത്തെത്തിയത്. കഴിഞ്ഞ ദിവസം ആമയിഴഞ്ചാൻ തോട്ടിൽ മാലിന്യം തള്ളാൻ ശ്രമിച്ചത് സി.പി.എം പ്രവർത്തകൻ ഷമീറാണ്. ഇത് തടയാൻ ശ്രമിച്ച നഗരസഭാ ജീവനക്കാരെ ആക്രമിച്ചുവെന്നും മേയർ ആരോപിച്ചു. ഷമീറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഉന്നത സി.പി.എം നേതാക്കളുമായി അടുത്തു ബന്ധമുള്ള ആളാണ് ഷമീർ. ഭരണം നഷ്ടപ്പെട്ടതിന്റെ വിഷമത്തിൽ ജനങ്ങളെ സി.പി.എം ദ്രോഹിക്കരുത്. തലസ്ഥാനത്തെ നിലവിലുള്ള മാലിന്യ സംസ്കരണ പദ്ധതി പര്യാപ്തമല്ല, മെച്ചപ്പെട്ടതാക്കാൻ ശ്രമിക്കുകയാണ്. 6 മാസം കഴിഞ്ഞിട്ടും കോർപ്പറേഷൻ ഭരണത്തിനെതിരെ കാതലായ ഒരു വിമർശനവും ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല. അതിനാൽ സി.പി.എം തന്നെ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ആമയിഴഞ്ചാൻ തോട്ടിൽ മാലിന്യം തള്ളിയത് തടഞ്ഞ നഗരസഭാ ഉദ്യോഗസ്ഥരെ വാഹനമിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ 2ാം പ്രതിയാണ് കരിമഠം കോളനി സ്വദേശി ഷമീർ. രാത്രി തോടുകളിൽ മാലിന്യം തള്ളുന്നത് നിരീക്ഷിക്കാൻ നഗരസഭ ചുമതലപ്പെടുത്തിയിരുന്ന നഗരസഭാ ഉദ്യോഗസ്ഥരായ സുരേഷ്, രാഹുൽ എന്നിവരുടെ ബൈക്കിന് മുകളിലൂടെ ഷമീർ വാഹനം കയറ്റിയിറക്കി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പോലീസ് പറഞ്ഞു. കേസിലെ 1ാം പ്രതി കരിമഠം കോളനി സ്വദേശി സുരേഷിനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. സംഭവത്തിൽ പരിക്കേറ്റ സുരേഷിനെ ഫോർട്ട് ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തു. തലസ്ഥാനത്തെ നിലവിലുള്ള മാലിന്യ സംസ്കരണ പദ്ധതി പര്യാപ്തമല്ലെന്നും മെച്ചപ്പെട്ടതാക്കാൻ ശ്രമിക്കുകയാണെന്നും മേയർ വ്യക്തമാക്കി. 6 മാസം കഴിഞ്ഞിട്ടും കോർപ്പറേഷൻ ഭരണത്തിനെതിരെ കാതലായ ഒരു വിമർശനവും ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ സി.പി.എം തന്നെ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. സി.പി.എം പ്രവർത്തകരെ നിയോഗിച്ച് പൊതുസ്ഥലത്ത് മാലിന്യം തള്ളുന്നു. കഴിഞ്ഞ ദിവസം ആമയിഴഞ്ചാൻ തോട്ടിൽ മാലിന്യം തള്ളാൻ ശ്രമിച്ച സി.പി.എം പ്രവർത്തകൻ ഷമീറാണെന്നും ഇത് തടയാൻ ശ്രമിച്ച നഗരസഭാ ജീവനക്കാരെ ആക്രമിച്ചുവെന്നും വി രാജേഷ് ആരോപിച്ചു. ഷമീറിനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തു. ഉന്നത സി.പി.എം നേതാക്കളുമായി അടുത്ത ബന്ധമുള്ള ആളാണ് ഷമീർ. ഭരണം നഷ്ടപ്പെട്ടതിന്റെ വിഷമത്തിൽ നഗരത്തിലെ ജനങ്ങളെ സി.പി.എം ദ്രോഹിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. കൗൺസിലർ സുഗതന്റെ കാര്യത്തിൽ കോടതി നിർദ്ദേശപ്രകാരം നടപടിയെടുക്കും. ദിവസവും ശരാശരി 20 നായ്ക്കളെ പിടികൂടുന്നുണ്ടെന്നും വി രാജേഷ് അവകാശപ്പെട്ടു. അതേസമയം തിരുവനന്തപുരം നഗരത്തിലെ മാലിന്യ നീക്കത്തിലെ പ്രതിസന്ധിയെ ചൊല്ലി സി.പി.എം ബി.ജെ.പി പോര് കടക്കുമ്പോൾ നഗരത്തെ തകർക്കാൻ ശ്രമിക്കുന്നത് സി.പി.എം ആണെന്നും മേയർ പറയുന്നുണ്ട്. അധികാരം നഷ്ടപ്പെട്ടതിന് വ്യാകുലതയിൽ നഗരത്തിൽ മാലിന്യത്തിൽ മുക്കുന്നതിന് പിന്നിൽ മുൻ മന്ത്രിക്ക് പങ്കുണ്ടെന്നും മേയർ ആരോപിച്ചു. ആമയിഴഞ്ചാൻ തോട്ടിൽ മാലിന്യം തള്ളിയതിന് പിടിയിലായത് സി.പി.എം പ്രവർത്തകരാണെന്നും ഒളിവിൽ പോയ പ്രതി ഷമീറിനെ പോലീസ് ഇന്നലെ കസ്റ്റഡിയിലെടുത്തുവെന്നും പറഞ്ഞു. എന്നാൽ നഴ്സറി കുട്ടികൾ പോലും പറയാത്ത ആരോപണമാണിതെന്നായിരുന്നു മുൻമന്ത്രി കൂടിയായ ശിവൻകുട്ടിയുടെ പരിഹാസം. കാപ്പ കേസ് പ്രതിയെ രക്ഷപ്പെടുത്താൻ നടക്കുന്ന നേരത്ത് നഗരത്തിലെ മാലിന്യ പ്രശ്നത്തിനും വെള്ളക്കെട്ടിനും പരിഹാരം കാണണമെന്നും ശിവൻകുട്ടി മേയറെ ഓർമ്മിപ്പിച്ചു. നഗരത്തിൽ മാലിന്യ പ്രതിസന്ധി കുറച്ചതായി രൂക്ഷമാണെന്ന സമ്മതമാണ് നിലവിലെ പ്രസ്താവനയിലൂടെ മേയർ നടത്തിയിരിക്കുന്നത്. വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യം നിലവിൽ റോഡരികിൽ ദിവസങ്ങളോളം കൂടിക്കിടക്കുന്ന സ്ഥിതിയാണുള്ളത്. മഴക്കാലമായിട്ടും തോടുകൾ വൃത്തിയാക്കാനും കോർപ്പറേഷന് കഴിഞ്ഞില്ല. ഗംഗാ ശുദ്ധീകരണ മിഷൻ മാതൃകയിൽ കരമനയാർ, കിള്ളിയാർ, ആമയിഴഞ്ചാൻ തോട് തുടങ്ങിയ ജലാശയങ്ങൾ ശുചിയാക്കുമെന്നായിരുന്നു ബി.ജെ.പിയുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.